ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നും ഏർലി മോർണിംഗ് 5:30 ഇന്ന് ഞങ്ങളൊരു യാത്രയാണ്. മൂകാംബികയ്ക്ക് പോവുകയാണ്. കുറേ ഞാൻ ആദ്യമായിട്ട് പോകണം, ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാം റെഡി ചെയ്താൽ പെട്ടിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. പെട്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. ടൈം ഈസ് 5-6 ആവാറായി. വേഗം പോട്ടെ. ഇത് 10 മിനിറ്റ് ഫാസ്റ്റാണ് കേട്ടോ. 5:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. അപ്പം അങ്ങനെ ഞങ്ങൾ യാക്കര ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ട്രെയിൻ 7 മണിക്കാണ്. ഏകദേശം 6 മണി. സുഖമായിട്ട് കാറെടുത്തു. ഞങ്ങളെല്ലാം കൂടെ ഇടയിലൊരു ചായ, ഏർലി മോർണിംഗ് തിങ്കിങ്. അപ്പോൾ ഇനി മൂകാംബികയുടെ വഴികളിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. മൂകാംബിക വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞങ്ങൾ പോണ വഴിയിൽ കൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്നത് എല്ലാവരും. ചേച്ചി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മൂകാംബിക യാത്ര. പ്ലാറ്റ്ഫോം 2, 3 പ്ലാറ്റ്ഫോമിലാണ് ഇൻട്രസിറ്റി, മംഗലാപുരം ഇൻട്രസിറ്റി 2 3 ചേട്ടനാണ് പോകുന്നത്. ലഗേജ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ സുരേട്ടൻ. ഗുഡ് മോർണിംഗ്. ചേച്ചിയുണ്ട്. സുരേട്ടൻ വരുന്നുണ്ടോ? സുരേട്ടൻ സുരേട്ടൻ വന്നോണ്ട്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ നല്ല ഭംഗിയായില്ലേ? എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ. ഇത് ഇൻ്റർസിറ്റിയാണ്. AC കാർ ചെയർ. ആക്ച്വലി പാലക്കാട് നിന്ന് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ കറക്റ്റ് 1 മണിക്ക് മംഗലാപുരം എത്തും കേട്ടോ. മംഗലാപുരം എത്തും. നേരെ മൂകാംബികയ്ക്ക് ട്രെയിൻ ഉണ്ട്. പക്ഷെ നമ്മൾ മംഗലാപുരമായ പോകുന്നത്, കാരണം ഉടുപ്പിയും കൂടെ പോകാനുള്ളതുകൊണ്ട് നല്ല സൗകര്യമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫുഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതാ ചേച്ചി ഇവിടെ ഇങ്ങനെ ബാഗൊക്കെ റെഡിയാക്കുന്നു. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയാണല്ലേ രാവിലത്തെ ഏർലി മോർണിംഗ് സൺറൈസ് എന്ന് പറയുന്നത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരിക, അത് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് ചേച്ചി രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ വീട്ടിൽ നിന്ന്. ഇഡ്ഡലി, ചട്നി പൊടി. ഇത് ഉഴുന്നുവട ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്. ഇഡ്ഡലി ഞാൻ ഏകദേശം കഴിച്ചു കഴിഞ്ഞ് പിന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റി ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലിയും ഉഴുന്നുവടയൊക്കെ കഴിച്ചു. ഞങ്ങൾ ബാംഗ്ലൂർ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. അടിപൊളിയിട്ടാണ്. ഇനി ഞങ്ങൾ ടാക്സി ഡ്രൈവർ എവിടെ തപ്പട്ടെ. ടാക്സി ഡ്രൈവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ട്രെയിൻ. നമ്മുടെ മംഗലാപുരം ഇൻട്രസിറ്റി AC കാർ ചെയറിലായിരുന്നു വന്നത്. ലിറ്റിയോസ് പറഞ്ഞ ടാക്സിയിൽ ഇവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്താണ്. ഒരു മിസ്റ്റർ രവിരാജ് ഷെട്ടി, പുള്ളിയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് ഉടുപ്പിക്കാണ് ഞങ്ങളിപ്പോൾ പോണത്. ഇപ്പം മംഗലാപുരം റോട്ടിൽ കൂടെ. ഇവിടെ നിന്ന് 1 hour ഉണ്ട് ഉടുപ്പി. മംഗലാപുരത്ത് എത്തി. ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഉടുപ്പിക്ക് വന്നു. ഭക്ഷണം കണ്ട എങ്ങനെയാണ്? പൂരി, അതിൻ്റെ കൂടെ രസം, സാമ്പാർ, മസാലക്കറി, പായസം, പിന്നെ ഇതിനോട് ചോറും ഉണ്ട് കേട്ടോ. ആദ്യം പൂരി. നമ്മുടെ കർണാടക ജില്ല മംഗലാപുരം ചേച്ചിയും സുരേട്ടനും ഇരുന്ന് കഴിക്കുന്നു. പൂരി കഴിച്ചു. ചേട്ടാ എങ്ങനെയുണ്ട്? കഴിച്ചോളൂ. ആഹാരം ഹോട്ടൽ കണ്ടു. ജനതാ ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേര് നല്ല ഹോട്ടലാണ്. നല്ല തിരക്കാണ് കേട്ടോ. 5 പേര് കഴിച്ചേക്കാം. നല്ല ഒരു പ്ലേറ്റ് പൂരി എല്ലാം കൂടെ ആകെ 650 രൂപ ബില്ല്. 130 രൂപ ഒരു പ്ലേറ്റ് പൂരി ഉണ്ടായിരുന്നു. ഈ ചോറ്, സാമ്പാർ, പായസം തൊട്ട് സകല കറികളും ഉണ്ടായിരുന്നു. 5 പേര് കഴിച്ചിട്ട് ആകെ വന്നത് 650 രൂപ. ഇതാണ് കേട്ടോ ഉടുപ്പി അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. കണ്ടോ, ഉടുപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഉടുപ്പി കവാടം. ഉടുപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. ഉടുപ്പി. അങ്ങനെ ഞങ്ങൾ ഉടുപ്പി ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരു സ്മാർട്ട് ബസ്സാണ്. നല്ല 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 പ്ലേസ്. ഇപ്പോൾ ഒരു ഈ 17-18 തീയതി ഇവിടുത്തെ സ്വാമിമാരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം. അങ്ങോട്ട് 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഠത്തിലുള്ള 8 മഠങ്ങളുണ്ട്. 8 മഠത്തിലുള്ള സന്യാസിമാർ തമ്മിൽ മാറ്റങ്ങൾ, പൊസിഷനിൽ മാറ്റം വരുന്ന ചടങ്ങാണ്.
അപ്പം അതിനുവേണ്ടി ഇവിടെ മുഴുവൻ ഇപ്പം അലങ്കരിച്ചിരിക്കുകയാണ് ഗംഭീരമായിട്ട്. മഠം ഇത് കണ്ട അമ്പലം ഫുൾ ഡെക്കറേറ്റഡാണ്, സൂപ്പറായിട്ട്. അപ്പം അത് ഇപ്പോൾ 17-18 വരുമ്പോൾ നല്ല തിരക്കായിട്ടുണ്ടാവും അല്ലേ? ഇന്നും തിരക്കുണ്ടാവും എന്നാണ് ഇപ്പം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. അടിപൊളി ഉടുപ്പി ക്ഷേത്രം, ഇഷ്ടംപോലെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട് കണ്ടോ. ഉടുപ്പി ഒരു ചെറിയ പ്ലേസ് ഉണ്ട്, നിറയെ ഫ്രൂട്ട്സ്, നിറയെ ഹോട്ടൽസ്, അഗോരികൾ അല്ലേ, അഗോരീസ്. ഇതാ ഇവിടെ ഉണ്ട് അഗോരീസ്, അവർ മറിഞ്ഞു. അഗോരീസ് ഉണ്ട്, ഇവര് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. കാശി പിന്നെ ഒറിജിനൽ അഗോരീസ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഉടുപ്പി ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് എൻ്റർ ചെയ്യണം കേട്ടോ. സ്പെഷ്യൽ ലഡു പ്രസാദേ. ഇത് മഠം അല്ലേ, വീട്. അതാണ് ഉടുപ്പി അമ്പലം കേട്ടോ, മഠം. ഇവിടെ കോട്ടി ഗീത യജ്ഞ സ്പെഷ്യൽ ലഡു. നല്ല തിരക്കുണ്ടല്ലോ ഇന്ന് അമ്പലം. ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഇതൊക്കെ വരികയാണോ പറയുന്നു. മോദിജിയുടെ ഇതൊക്കെ ഉണ്ട്. ഇതവിടെ ഇങ്ങനെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. കുറേ സ്കൂൾ കുട്ടികളെയും കൊണ്ട് വന്നിരിക്കണം, അതാണ്. ഇത് അമ്പലത്തിൻ്റെ അകത്ത് വശമാണ്. ഇങ്ങനെ ഗേറ്റിലേക്കൊക്കെ പോകുന്നു. ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്സ്, കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കണം. ഓഡിറ്റോറിയം ഇതുണ്ടോ, കുറിയൊക്കെ കെട്ടിയിട്ട്. ഏതാണ് അമ്പലം? ഇതേ വഴി. ഉടുപ്പി ശ്രീകൃഷ്ണ മഠ. ഇത് ഈ മഠത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറേണ്ടത്. ഇതാണ് അമ്പലത്തിൻ്റെ കവാടം. ശ്രീകൃഷ്ണ ഉടുപ്പി. ഇതാണ് കവാടം ശ്രീകൃഷ്ണ മഠ. ഉച്ചനേരം ആയതുകൊണ്ട് വലിയൊരു ഓഡിറ്റോറിയം. ഭഗവാന്റെ പലതരം വിഗ്രഹങ്ങൾ. ഷോപ്സാണല്ലേ, വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഭഗവാന്റെ കംപ്ലീറ്റ് എന്നൊക്കെയാണ് ക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ. ചേച്ചി ഈ സ്വാമിയെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ഭയങ്കരമായിട്ട് നന്നായി. ഭഗവാന്റെ ദർശനം കാണിക്കാനൊക്കെ ഞങ്ങളെ നന്നായി സഹായിച്ചു. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു പ്രിമീസസ് എല്ലാം, ഓഫീസ്, എല്ലാ കാര്യങ്ങളും. ഗംഭീര ദർശനമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓരോ ഉടുപ്പിയിലെ ഓരോ ഗോപി ഇറങ്ങുകയാണ്. നല്ല ഗംഭീര ദർശനമായിരുന്നു. നല്ല തിരക്കുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഗീതാ ഉണ്ട്. അവിടെ എല്ലാം ഈശ്വരൻ്റെതാ. ഇവിടെ ഓരോരോ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതാ കൃഷ്ണൻ്റെ ലോർഡ് ശ്രീ സുബ്രഹ്മണ്യ ഗുടി. ഇതാ ചേച്ചി മുരുകൻ സുബ്രഹ്മണ്യ ഗുടി. ഇവിടെ ഇതാ ഇങ്ങനെ ഗീതാരതി. ഇങ്ങനെയാണ് കോവിൽ ക്ഷേത്രം. അവിടെ കൃഷ്ണൻ തേരുത് ഭഗവത്ഗീത, കൃഷ്ണൻ അർജുനെയും കൊണ്ട് ഭഗവത്ഗീത പറയുന്നത്. ഉടുപ്പി ക്ഷേത്രത്തിൽ അവിടെ ശ്രീ ശങ്കരാചാര്യ മൂകാംബി ഭഗവാൻ, ഇവിടെ ശങ്കരാചാര്യർ എല്ലാവരും. സ്വാമി ഞങ്ങളെ ഭയങ്കര ദർശനം കാണിച്ചു. ഞങ്ങൾ
ഇത് ശ്രീകൃഷ്ണ ഗോശാല കണ്ടോ. പശുക്കളെയൊക്കെ ഭഗവാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അന്നദാനത്തിനുള്ള പഴങ്ങളും പച്ചക്കറികളും പാത്രങ്ങളും വലിയ വലിയ ചെമ്പ് ചരക്കുകൾ ഇതെല്ലാം കണ്ടോ. സ്ത്രീകൾ ഇവിടെ കഴുകണ ഇതുണ്ടോ പാത്രങ്ങൾ. എല്ലാ ദിവസവും അന്നദാനം ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കഴുകൽ ഇവിടെ എല്ലാം അരി സാധനങ്ങൾ ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ. അത് പശുവിൻ്റെ ഗോശാലയാണ്. ഇതാണ് ഭഗവാന്റെ രൂപം ശരിക്കും. വെൽക്കം ടു ജഗദ്ഗുരു ശ്രീ മാധവാചാര്യ സമസ്ഥാപീഠ. ഇത് സ്വാമിജിയുടെ. ഇതാണ് കൃഷ്ണൻ. ഉടുപ്പിയിൽ ഇതാണ് പ്രതിഷ്ഠ, ഭഗവാന്റെ പ്രതിഷ്ഠ. ഇതാണ് നല്ല രീതിയിൽ കാണാൻ പറ്റി. ഹരേ കൃഷ്ണ. ഇതാണ് ഗോശാല കേട്ടോ. ഗോശാലയിൽ കണ്ടോ നമ്മുടെ കണ്ണൻ്റെ കുറേ ആളുകളുണ്ട് ഇവിടെ. ഹലോ, എല്ലാവരും ഇവിടെ ഉണ്ടോ? ഗോശാലയിലെ പശുക്കളാണ്. ഇവിടെ ഗേറ്റ് അടച്ചുകൊണ്ട് കാണാൻ പറ്റില്ല. കുറേ പശുക്കളുണ്ട്. ഒക്കെ നമ്മുടെ കണ്ണൻ്റെ പശുക്കളാണ്. ഉണ്ടോ? ഹലോ, ഞങ്ങൾ കണ്ണനെ കണ്ടു കേട്ടോ. ധരിമീണ് എല്ലിയും പശു. അത് മറ്റേ അതാണ് പശു തന്നെയാണ്. ബുള്ള് പശു ഉണ്ട്, ബുള്ളും ഉണ്ട് അല്ലേ. എല്ലാം മിക്സ്ഡ് ആയിട്ടാണ്. ഇവിടെ അവിടെ നല്ല വലിയ നന്ദിനി പശു പോലത്തെ പശുവൊക്കെ ഉണ്ട് അവിടെ കാണുന്ന. സൂം ചെയ്യട്ടെ കേട്ടോ. നമുക്കിതിനകത്ത് കവാട കണ്ട. ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പശുക്കൾ. ഇവരുടെ പാലാണ് ഇവിടുത്തെ പൂജയ്ക്കൊക്കെ എടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കന്നഡയിലാണ്. അപ്പോൾ കന്നഡ വായിക്കാൻ അറിയുന്നവരൊക്കെ വായിക്കാം. കൃഷ്ണനും രാധയും. ഇത് 1500 രൂപയാണ്. ഇത് 450 രൂപ. ഇതാണ് ഉടുപ്പി കൃഷ്ണൻ കേട്ടോ. അപ്പോൾ ഞാനൊരു കുഞ്ഞു കണ്ണനെ വാങ്ങുക ഇവിടെ നിന്ന്. ഇതാണ് അവിടെ ചേച്ചി. ഞങ്ങളങ്ങനെ ഉടുപ്പി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ പുറത്തു വന്നു. നന്നായിട്ട് നമുക്ക് കൃഷ്ണൻ്റെ ദർശനം നന്നായിട്ട് കിട്ടി. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അന്നദാനത്തിന് പോയപ്പോഴേക്ക് സമയം വൈകിയിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗീതാ മണ്ഡപമാണ് കേട്ടോ അതിൻ്റെ മുൻവശത്തുള്ളത്. എപ്പോഴും ഗീതാ പാരായണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും. വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഈ ഉടുപ്പി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന നിമിഷം മുതൽ നമ്മൾ ഇറങ്ങുന്ന വരെയും. ശ്രീകൃഷ്ണ വിഗ്രഹവും അവിടുത്തെ പ്രാർത്ഥനാ രീതികളും പ്രസാദവും എല്ലാവരും നമ്മളോട് വളരെ സഹകരിച്ചിട്ടാണ് കേട്ടോ. ആരും ദേഷ്യപ്പെടുകയോ ബഹളം കൂട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. വലിയ കടകളാണ്, ചുറ്റും കടകളാണ്. അതാ കമ്മൽ, വള, മാല സാധനങ്ങളെല്ലാം ഉണ്ട്. സുരേട്ട അവിടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് വണ്ടിയുടെ അടുത്ത്. സുരേട്ട അകത്ത് വന്നില്ല. അങ്ങനെ നിറയെ ഷോപ്പിംഗ് പ്ലേസ് ഉണ്ട്. ഈ മുഖം ഓർമ്മയുണ്ടതാ. അപ്പം ഞങ്ങൾ നേരെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ മൂകാംബിക ടെമ്പിൾ കവാടത്തിലെത്തി. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ശ്രീ മൂകാംബിക ടെമ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്. കൊല്ലൂർ മൂകാംബിക. ഒരു വലിയ ഡ്രീമായിരുന്നു ഈ അമ്പലത്തിലെത്തുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ കവാടത്തിൽ കൂടെ കടന്നു പോവാണ്. ഇവിടെ എത്ര ദൂരമുണ്ട്? ഈ അമ്പലത്തിൽ ആദ്യം പോണെന്നാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് വനദുർഗ കന്നഡയാണ്. എനിക്കിപ്പോൾ മറന്നുപോയി വായിക്കാനൊക്കെ. ഇതൊരു വനദുർഗ അമ്പലമാണ്. കണ്ടിരിക്കുന്നത് ഇത് ಹಂಗೆ ವೈಕಣಮ್ಮ. ಎಷ್ಟು? 200. ಇದು ಹೂವು ಸೈಟು ಎಷ್ಟು? എൻ്റെ കന്നഡ കേട്ട് ആരും ചിരിക്കരുത് കേട്ടോ. കന്നഡയും തമിഴും ഹിന്ദിയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആക്ച്വലി എനിക്ക് കേരളത്തിൽ വന്നപ്പോൾ ഈ ലാംഗ്വേജൊക്കെ പറയാതെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. എന്നാലും കന്നഡയൊക്കെ ഞാൻ നന്നായി ഒപ്പിച്ചിട്ടുണ്ട്. 200 പറയുന്നു. ഒന്ന് വെച്ചാൽ ഇത് ഒന്ന് മുളകൊടെ 50 റുപ്പീസ്. ഇത് ടോട്ടൽ 200. ഒരു മാല കൊടുത്തത്. ഇത് 200. 20. അപ്പോൾ എത്ര? അല്ല
രണ്ടാം കൂടെ വെക്കാം. അത് സാരില്ല, നമ്മൾ രണ്ടാളും കൂടെ സ്ലിപ്പർ ഇല്ല ನೋಡಿ നമ്മൾ ಅಲ್ಲಿ ಉಡುಪಿ ಹೋಗಿ ಸ್ಲಿಪ್ಪರ್ ಹೋಯ್ತು. ಯಾರು ಕೊಂಡೋಗೋದು ಗೊತ್ತಿಲ್ಲ. ಇಲ್ಲ ರಾತ್ರಿ ಮಿಸ್ ಆಗ್ಬಿಡಿ ಕಷ್ಟ ಕನ್ನಡ ಜನ ಬಿಟ್ಟು ಹೋಗ್ಬೋದು. മൂകാംബികയ്ക്ക് പോകുന്ന വഴി 2 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ വനദേവതയുടെ പ്രതിഷ്ഠ. അപ്പം വലിയൊരു കാടാണ്, അതിലാണ് അത് തെങ്ങിൻ്റെ എന്തോ ആണ് കേട്ടോ. ഇതാണ് അത്ര വനദുർഗ ദേവിയുടെ. നോക്കൂ, വനമൊക്കെ നിബിഡമായ വനം. ഇവിടെ നോക്കി തൊട്ടിൽ കെട്ടിയിട്ട് ഇവിടെ കണ്ടോ, ഇത് തൊട്ടിൽ കെട്ടിയിരിക്കുന്നു. കുട്ടികളൊക്കെ ഉണ്ടാക്കല്ലേ, കണ്ടോ. ഇവിടെ വരുന്ന ഭക്തര് ഒരു നേർച്ച എന്നോണം ഇവിടെ കണ്ടോ തൊട്ടിൽ കെട്ടിയിരിക്കണേ. കുട്ടികളില്ലാത്ത ആളുകൾ വന്ന് കെട്ടുന്നതാണ് തോന്നുന്നു കേട്ടോ. ഇതൊരു നേർച്ചയാണ്. ഇവിടെ ഇങ്ങനെ പൂജ എന്ന് വെച്ചാൽ മണ്ണാണ് കേട്ടോ. വനത്തിൽ നിന്നുള്ള മണ്ണെടുത്തിട്ട് ഇപ്പോൾ പൂജ ചെയ്യുന്നു. പിന്നെ ഇതെന്താണ്, ഈ തെങ്ങല്ല കേട്ടോ, ഇത് കവുങ്ങിൻ്റെ പാളയാണ്. കവുങ്ങിൻ്റെ പാളയിൽ നിന്നാണ് ഈ പൂജ സാധനങ്ങൾ എടുക്കുന്നത്. ഞാൻ ആദ്യം തെങ്ങെന്ന് വിചാരിച്ചു. കണ്ടോ ഈ പൂക്കുല, കവുങ്ങിൻ്റെ പൂക്കുലയും ഇതൊക്കെയാണ്, പൂവൊക്കെയാണ് ഇവിടുത്തെ സുപ്രധാനമായ പൂജയുടെ ഇത്. പിന്നെ അവർ നമുക്ക് കുറച്ച് മണ്ണ് അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതുണ്ട് ഇതൊക്കെ കൊടുക്കും. ഇതൊക്കെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് മണ്ണ് കണ്ടോ. മണ്ണ് എടുത്തിട്ട് നെറ്റിയിൽ തൊടാനൊക്കെ പറയും. ഇതാണ് ഇവിടുത്തെ പൂജാ ചടങ്ങുകൾ എന്ന് പറയുന്നത്. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഇത് ക്ഷേത്രത്തിൽ നിന്ന് നമ്മളിങ്ങനെ, ക്ഷേത്രം പറയാനൊന്നുമില്ല, എല്ലാം ഇങ്ങനെ മണ്ണിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. വനദേവതയെ അലങ്കരിക്കുന്ന രീതിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. പൂജകളൊക്കെ ഈ കവുങ്ങിൻ പൂക്കലയും പൂക്കളും പിന്നെ ഇങ്ങനെ സാമ്പ്രാണി, കർപ്പൂരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. നമ്മൾ പൂജയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് അതെല്ലാം നമുക്കൊരു പാത്രത്തിലാക്കി തന്നു. നമ്മളത് നിലത്ത് വെച്ചിട്ട് ആ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ബാഗിലാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ വനം ചുറ്റും ഓരോ പ്രതിഷ്ഠകളാണ് കേട്ടോ. വനദേവതമാരുടെ പ്രതിഷ്ഠകളും ഉപപ്രതിഷ്ഠകളൊക്കെയാണ്. മൂകാംബികയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ മൂകാംബികയ്ക്ക് പോവുക എന്നാണ് ഒരു ഐതിഹ്യം. അത് കണ്ടോ, വനത്തിന് ചുറ്റും വനദേവതകളൊക്കെ എങ്ങനെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. വലിയൊരു മരമാണ്, എന്തോ ഒരു മരമാണോ, കോവളത്ത് മരമോ അങ്ങനെ എന്തോ ആണ്. ഗംഭീരമാണ് കേട്ടോ. വനദേവതയ്ക്ക് നടത്തിയ പൂജ കണ്ടോ. ഇതും പിന്നെ നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്ന മണ്ണാണ്, വനദേവതയുടെ മണ്ണ്. അപ്പോൾ ഈ മണ്ണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതാ പോകും. പൂജാമുറിയിൽ വെച്ചിട്ട് ഇടയ്ക്ക് ചന്ദനം തൊടുന്ന പോലെ തൊടാൻ പറഞ്ഞു. ഓക്കെ, ഇതാണ് പ്രസാദം. നമ്മൾ മടങ്ങുമ്പോൾ ഒരു ചെറിയ ഭാഗം കാണാം. അവിടെ നാഗദൈവങ്ങളാണ് കേട്ടോ പ്രതിഷ്ഠ. അപ്പോൾ പോകുമ്പോൾ നമ്മൾ നാഗദൈവങ്ങളെയും കൂടെ പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം കൂടെ മേടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മടങ്ങാറുള്ളത്. നാഗയക്ഷി തന്നെയാണ്, നാഗരാജാവ് നാഗയക്ഷി. ഇത് ബാക്ക് ഓഫ് മൂകാംബിക. മഹാലക്ഷ്മി ഞാൻ ആദ്യം നോക്കി, അതിൽ കിട്ടിയില്ല നമുക്ക്. ഇവിടെ എല്ലാം കേരളക്കാർ, ഇവിടെ ലോഡ്ജിങ് ഫെസിലിറ്റി, അഡിഗ ഹെറിറ്റേജ്, അതുപോലെ യമുന വിഹാർ, ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട് കേട്ടോ അവിടെ. റെസിഡൻസി വെജ്, എല്ലാം വെജ് തന്നെ ആയിരിക്കും ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി വെജ്. മലയാളത്തിലാണ്. ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടല് ജ്യോതിസ് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും ജ്യോതിസ് റെസിഡൻസി. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ശരിക്കും സഭ, ശ്രീ മൂകാംബിക സഭാ ഭവന ബസ് സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ്. ഞങ്ങളിപ്പോൾ ഇവിടെ റൂം എടുത്തിരിക്കുന്നത് ജ്യോതിസ് റെസിഡൻസിയാണ് കേട്ടോ. ഇത് ജ്യോതിസ് റെസിഡൻസി കൊല്ലൂർ. അടിപൊളിയാണ് കേട്ടോ. വേണ്ട
ഇവിടെ ഭഗവാന്റെ വിഘ്നേശ്വരൻ ഇവിടെ വിളക്കൊക്കെ വെച്ചിട്ട് വിഘ്നേശ്വരൻ്റെ ഫോട്ടോ. ഇത് റിസപ്ഷൻ, ചേച്ചി ചെക്കിൻ ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം കേട്ടോ. ഈ വഴുത ഈ നേരെ കാണുന്നതുണ്ടോ, അവിടെ ഒരു ഇത് കാണുന്നത്, ഞാൻ സൂം ചെയ്യാം. അവിടെ ഒരു ഇത് കാണുന്നുണ്ടോ, അത് തന്നെയാണ് അമ്പലം. ഡോർ അടഞ്ഞു. ഇതുണ്ടോ ഒരു കാണുന്നുണ്ടോ, ഇതാണ് അമ്പലം. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് അമ്പലത്തേക്ക് പോകും. ഇതൊക്കെ ഡിസ്റ്റൻസ്. ഞങ്ങൾ റൂമിൽ പോയിട്ട് റൂം ടൂർ ചെയ്യാം കേട്ടോ. അങ്ങനെ റൂമിലെത്തി. അയ്യോ മിനിമൈസ് ചെയ്യണം. ഇതാണ് ജ്യോതിസ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അത് റൂം. ഇങ്ങനെ ഒരു ടേബിളുണ്ട്, കുഴപ്പമില്ല, അത് നല്ല ഇത് വലിയ സൈസ് ബെഡാണ്, നന്നായിട്ടുണ്ട്. പിന്നെ ഒരു TV, ഇങ്ങനെ ടേബിൾ, പിന്നെ ബാഗ് ഇവിടെ വയ്ക്കട്ടെ. പിന്നെ ഒരു നല്ലത് അങ്ങനത്തെ ചെയർസ് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ഒരു മിറർ നന്നായിട്ടുണ്ടല്ലേ. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ടല്ലേ ചേട്ടാ, നന്നായിട്ടുണ്ട് വാർഡ്രോബ്. ഒരു ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, ലോക്കറുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് സ്പേസ് ഉണ്ട്. പിന്നെ ബാത്റൂം നോക്കട്ടെ. ബാത്റൂം ഒരു ഷവർ ഏരിയ ഉണ്ട്, കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്. വാഷ് ബേസിൻ, കമ്മോഡ്, ക്ലോസറ്റ് ഉണ്ട്. ടവൽ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, ടവൽ ഒന്നും വെച്ചിട്ടില്ല. വരൂ. ഒരു കെറ്റിൽ, ഒരു കെറ്റിലുണ്ട്, ഒരു ബോട്ടിൽ വെള്ളം, 2 ഗ്ലാസ്, 2 ചായക്കപ്പ്, കുറച്ച് ചായയുടെ ബ്രൂ കോഫി, ടെറ്റ്ലി ടീ, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, ടവൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അപ്പോൾ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെഡ് നല്ല ഗുഡ് AC റൂമാണ്, ഫാനുണ്ട്, കുഴപ്പമില്ല കേട്ടോ. നല്ല സ്പേഷ്യസ് റൂമാണ്, 2 ആൾക്കൊക്കെ ലാവിഷാണ്, ധാരാളം. വെളിയിൽ എന്താ വ്യൂ, വെളിയിൽ നല്ല വ്യൂ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. അയ്യോ വെളിയിലെ വ്യൂ ഇസ് ബാഡ്, എന്തോ ഡംപ് ചെയ്തിരിക്കുക, എന്തൊക്കെയോ വേസ്റ്റ്. വാട്ടർ ടാങ്ക് ആണോ ഉണ്ട്. പിന്നെ അപ്പോഴത്തെ ഫ്ലാറ്റ്, അപ്പോൾ വെളിയിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇതിൽ ക്ലോസ് ബാൽക്കണിയൊന്നുമില്ല, വെളിയിലിങ്ങനെ കുഴപ്പമില്ല. നമുക്കിപ്പോൾ റൂം മതില്ല, ദൈവത്തെ കാണാൻ വരുന്നു എങ്കിലും റൂം ഇങ്ങനെ ആരെങ്കിലും താമസിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു റൂം ടൂർ ചെയ്തു എന്ന് മാത്രം കേട്ടോ. ഓക്കെ.